യുഎഇയിൽ അപകടങ്ങൾ നടന്ന സ്ഥലത്ത് യാത്രക്കാർ വാഹനങ്ങൾ നിർത്തി അപകട ദൃശ്യം വീക്ഷിക്കാൻ നിൽക്കുന്നവർക്ക് കർശന നിയമ നടപടിയുമായി യുഎഇ. യുഎഇയിൽ അപകടം കാണാൻ അപകട സ്ഥലത്ത് വണ്ടി നിർത്തുകയോ വേഗം കുറയ്ക്കുകയോ ചെയ്താൽ 1000 ദിർഹം പിഴയും 6 ബ്ലാക്ക് പോയിന്റും ലഭിക്കും. അടിയന്തര വാഹനങ്ങൾക്ക് വഴിമാറാതെ റോഡ് തടസ്സപ്പെടുത്തിയാൽ ഗുരുതര നിയമലംഘനമായി പിഴ ഈടാക്കുകയും ശിക്ഷയും ലഭിക്കും. റോഡുകളിൽ വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കുകയും നിർത്തുകയും ചെയ്യുമ്പോൾ ഇത് മറ്റു ഡ്രൈവർമാരുടെ യാത്രയെ ബാധിക്കുകയും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വൈകുകയും ചെയ്യുന്നു. യുഎഇ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്ഥിതിവിവരണ കണക്കുകൾ പ്രകാരം ഗതാഗത അപകടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് നിലവിൽ 630 നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപകട സ്ഥലത്ത് വണ്ടി നിർത്തുന്നത് ആംബുലൻസുകൾക്കും പോലീസിനും രക്ഷാപ്രവർത്തനത്തിനും തടസ്സമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ മറ്റു വാഹനങ്ങൾക്കും ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കാൻ ഇത് കാരണമാകുന്നു. ചില സമയങ്ങളിൽ സമയത്തെത്താത്തതുകൊണ്ട് അത്യാവശ്യ ചികിത്സ വൈകുകയും മരണം സംഭവിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ നിയമം കർശനമാക്കിയത്. അബുദാബിയിൽ 87, ദുബായിൽ 411, ഷാർജയിൽ 71, അജ്മാനിൽ 4, റാസൽ ഖൈമയിൽ 30, ഉമ്മൽഗോയിൽ 27 എന്നിങ്ങനെയാണ് നിയമലംഘനങ്ങളുടെ കണക്കുകൾ. അതേസമയം അടിയന്തര വാഹനങ്ങൾക്കും ഔദ്യോഗിക വാഹനവ്യൂഹങ്ങൾക്കും വഴിമാറിക്കൊടുക്കാതെ അവ തടസ്സപ്പെടുത്തുന്നത് വളരെ ഗുരുതരമായ നിയമലംഘനമാണെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരം നിയമലംഘനങ്ങൾക്ക് 3000 ദിർഹം പിഴയും 30 ദിവസം വാഹനം കണ്ടുകെട്ടൽ, 6 ട്രാഫിക് ബ്ലാക്ക് പോയിന്റ് തുടങ്ങിയ കനത്ത ശിക്ഷകളാണ് ലഭിക്കുക. മറ്റേതെങ്കിലും വിധത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിന് 500 ദിർഹം പിഴയും ചുമത്തും. അടിയന്തര വാഹനങ്ങളായ ആംബുലൻസ്, പോലീസ് വാഹനങ്ങൾ അല്ലെങ്കിൽ ഔദ്യോഗിക വാഹനവ്യൂഹങ്ങൾ എന്നിവയ്ക്ക് വഴിമാറിക്കൊടുത്തില്ലെങ്കിൽ ഗുരുതരമായ നിയമലംഘനത്തിന് ശിക്ഷ നടപ്പാക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ വരുന്ന വാഹനങ്ങൾക്ക് വഴിമാറിക്കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി മടിക്കേണ്ട, ഉടൻ തന്നെ വഴിമാറുക എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇത്തരം നിയമലംഘനങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതിനാലാണ് വീണ്ടും നിയമം കർശനമാക്കിയത്. ഡ്രൈവിങ്ങിനെക്കുറിച്ചും നിയമം പാലിക്കേണ്ടതിൻ്റെ അത്യാവശ്യകതയെക്കുറിച്ചും ക്യാമ്പയിൻ വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അടിയന്തര വാഹനങ്ങളായ ആംബുലൻസുകൾ, പോലീസ് വാഹനങ്ങൾ, സിവിൽ ഡിഫൻസ് വാഹനങ്ങൾ എന്നിവയ്ക്ക് വഴിയൊരുക്കേണ്ടത് ഓരോ ഡ്രൈവർമാരുടെയും കടമയാണ്. ഗതാഗതക്കുരുക്കുകളുള്ള സമയങ്ങളിൽ റോഡിൻ്റെ വശം ചേർന്ന് മുന്നോട്ടു പോകുന്നത് കർശനമായി ഒഴിവാക്കണം. അടിയന്തര വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനായി പ്രത്യേകം നീക്കിവെച്ചിട്ടുള്ളതാണ് ഈ റോഡിൻ്റെ വശങ്ങൾ. അടിയന്തര വാഹനങ്ങൾ സാധാരണയായി റോഡിൻ്റെ ഇടതുവശത്തുള്ള ലൈനുകൾ ഉപയോഗിച്ചാണ് വരുന്നത്. ഇത്തരം വാഹനങ്ങൾ പിന്നിൽ നിന്ന് വരുമ്പോൾ ഡ്രൈവർമാർ ഉടനടി വലത് ലൈനിലേക്ക് മാറി വഴിമാറിക്കൊടുക്കണം. ഉൾറോഡുകളിൽ ഷോൾഡറുകളില്ലാത്ത സാഹചര്യങ്ങളിൽ അടിയന്തര വാഹനങ്ങൾക്ക് വഴിമാറി കൊടുക്കുന്നതിനായി ഡ്രൈവർമാർ ലൈനുകൾക്കിടയിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിൽക്കണം. ട്രാഫിക് സിഗ്നലിൽ പച്ച ലഭിച്ച് മുന്നോട്ട് പോകുന്ന വാഹനങ്ങൾ പോലും അടിയന്തര വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ പൂർണ്ണമായും നിർത്തി അവ കടന്നു പോകുന്നത് വരെ കാത്തുനിൽക്കണം. ഈ വാഹനങ്ങൾക്ക് ട്രാഫിക് സിഗ്നലുകൾ ചുവപ്പാണെങ്കിലും മുന്നോട്ട് പോകാൻ അനുവാദമുണ്ട്. ഒരു അടിയന്തര വാഹനം റൗണ്ടബോട്ടിലേക്ക് വരുന്നതായി കണ്ടാൽ മറ്റു വാഹനങ്ങൾ റൗണ്ടബോട്ടിൽ പ്രവേശിക്കാതെ വഴിമാറിക്കൊടുക്കണം. റൗണ്ടബോട്ടിനുള്ളിൽ ഇതിനകം പ്രവേശിച്ച വാഹനങ്ങൾ എത്രയും വേഗം വലതുവശത്തേക്ക് നീങ്ങി രക്ഷാപ്രവർത്തനത്തിന് വരുന്ന വാഹനത്തിന് വഴിമാറിക്കൊടുക്കണം.